നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും വൈശാഖമാസം തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അങ്ങനെ നമുക്ക് അവസാനിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. ഈ ഒരു കാലയളവിൽ നമ്മുടെ മനസ്സ് നിറയെ ഗുരുവായൂരപ്പൻ മാത്രമായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളെന്നും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്നിങ്ങനെ തിരിച്ചറിയും എന്ന സത്യത്തിൽ ഭഗവാൻ ചില സൂചനകളൊക്കെ നമുക്ക് നൽകാറുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ വീട് തന്നെ ഒരു ക്ഷേത്രമായി മാറാറുണ്ട്. ഗുരുവായൂരപ്പൻ വീട്ടിൽ വസിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അനുഭവപ്പെടുകാറുമുണ്ട്. അത്തരത്തിൽ ഗുരുവായൂരപ്പൻ്റെ കൃപ ഭവനത്തിൽ ലഭിക്കുമ്പോൾ ആ വീട് തന്നെ ഒരു ക്ഷേത്രം തന്നെ ആവാറുണ്ട്. പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴോ ഭഗവാൻ അദൃശ്യനായിട്ട് വന്ന് നമ്മെ സഹായിക്കാറുണ്ട്. ആ കണ്ണൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ചില പ്രധാന അടയാളങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് ഭഗവാൻ നൽകുന്ന ആ അത്ഭുത സൂചനയെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഇങ്ങനെ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, വരും ദിവസങ്ങൾ ഐശ്വര്യത്തിൻ്റെ ആണെന്ന്. നല്ല കാലം നിങ്ങളുടെ വരുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ്. ആ കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ എത്രയെണ്ണം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുക. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആദ്യമായിട്ട് പറയുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത്, അതേത് ക്ഷേത്രമായിക്കോട്ടെ, പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഒരു ആൽമരത്തിൽ നിന്നിട്ട് ഒരു ആലില വന്ന് പറന്ന് നമ്മുടെ തലയിലോ ദേഹത്തൊക്കെ വീഴുന്നതെങ്കിൽ വളരെ വളരെ ശുഭകരമായിട്ടുള്ള ലക്ഷണമായിട്ട് തന്നെ പറയാം കേട്ടോ. ഇത് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ട് എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ്. അപ്പോൾ അത് ഏത് ക്ഷേത്രമായിക്കോട്ടെ, ഇന്ന ക്ഷേത്രം എന്നില്ല, നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശുഭകരമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കോട്ടെ, അല്ലാതെ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആയിക്കോട്ടെ, ഏതൊരു സമയത്താണെങ്കിലും നല്ലൊരു കാറ്റിൽ കളമ്പ സുഗന്ധമൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? നല്ല ചന്ദനത്തിൻ്റെ സുഗന്ധമൊക്കെ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ല് വരാനുള്ള ഒരു സാധ്യതയും കാണത്തില്ല. പക്ഷേ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, നല്ലൊരു കളഭത്തിൻ്റെ സുഗന്ധം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് ഭഗവാന്റെ ഒരു സാന്നിധ്യമാണ് കേട്ടോ. അത് കാണിച്ചു തരുന്നത്, അത് ഭഗവാൻ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കൂടെയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തതായിട്ടൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൻ്റെ സാന്നിധ്യമാണ്. ശകുനശാസ്ത്രം അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ. നമുക്ക് പല ലക്ഷണങ്ങളിലൂടെ കാണിച്ചു തരുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഉപ്പൻ. ഈ ഉപ്പൻ എന്ന പക്ഷി എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വന്ന് വീടിന് ചുറ്റും നടക്കുകയും എന്തെങ്കിലും അവിടെ കൊത്തിപ്പറിച്ചൊക്കെ കഴിക്കുകയും അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഒരിക്കലും ഉപ്പനെ നമ്മൾ ഓടിച്ചു കളയുകയോ ഉപദ്രവിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് എന്തെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഉപ്പനെ കണ്ട് പോവുകയാണെങ്കിൽ ആ കാര്യം നല്ല രീതിയിൽ നടക്കും എന്നാണ് പറയുന്നത്. നന്നായിട്ട് തീരാനായിട്ട് നമ്മൾ വിചാരിച്ച കാര്യം നടക്കാനായിട്ട് സാധിക്കുമെന്ന് പറയാറുണ്ട്. ഉപ്പനെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയാൽ അത്രയേറെ നല്ലതാണ്. ശകനം കാണാൻ ഏറ്റവും നല്ലൊരു പക്ഷിയാണ് ഈ ചെമ്പോത്ത് എന്ന് പറയുന്ന ഉപ്പൻ. നമ്മുടെ വീട്ടിൽ ഭഗവത് സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഉപ്പൻ ഇങ്ങനെ വീട്ടിൽ വരുന്നത്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന് ഏറ്റവും നല്ലൊരു സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. എത്രമാത്രം ലക്ഷണം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിമിത്തമാണ് കേട്ടോ ഇത്. മറ്റൊന്നുമല്ല, നമ്മൾ നല്ല ഉറക്കത്തിൽ നല്ല ഗാഠനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഒരു ഓടക്കുഴലിൻ്റെ നാദം കേട്ട് ഞെട്ടി ഉണരുക. ചിലപ്പോൾ പകൽ ഉറങ്ങുന്ന സമയത്തായിരിക്കാം. നമ്മൾക്ക് എന്തെന്നില്ലാത്ത ഒരു കാതിന് നല്ലൊരു ആനന്ദം നൽകുന്ന ഒരു സംഗീതം നിങ്ങൾക്ക് കേൾക്കാനും പെട്ടെന്ന് ഞെട്ടി ഉണരും. പെട്ടെന്നത് ആ ഒരു സംഗീതം നിലയ്ക്കുകയും ചെയ്യും. ഇതിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമാണെന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നദർശനമാണ്. നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ ഭഗവാന്റെ വാഹനമായ ഗരുഡനെയോ ഗുരുവായൂരപ്പനെ തൊഴുത് നിൽക്കുന്ന പോലെയോ ഇത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം അത് നിങ്ങൾക്ക് സ്ഥിരം സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് കേട്ടോ. ഭഗവാൻ പല അവതാരങ്ങൾക്കും ഉണ്ടല്ലേ, പല രൂപങ്ങളുണ്ട്. ശ്രീകൃഷ്ണ അവതാരമാകാം, ശ്രീരാമ അവതാരമാകാം, നരസിംഹ അവതാരമാകാം. ഏത് അവതാരമായാലും നല്ലതായാലും ചീത്തയായാലും
നിങ്ങളത് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അപൂർവമായിട്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. ഒരു വീട് രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു വലിയൊരു ലക്ഷണമാണ് നമ്മുടെ വീട്ടിൽ തുളസിത്തെടി നമ്മുടെ വീടിന് നിറയെ വനം പോലെ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ചില വീടുകളിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ മുളച്ച് നിൽക്കും. ചില വീട്ടിൽ എത്ര നട്ടാലും വളരാത്തൊരു സാഹചര്യം അതല്ലേ ചില വീട്ടിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു തുളസിയുടെ ഒരു തൈ കൊണ്ടുവന്ന് നടാൻ നോക്കും, എത്ര രീതിയിൽ പരിപാലിച്ചാലും പിടിക്കില്ല. നമ്മൾ തുളസിക്കതിര് കുറേ ഇട്ട് നോക്കും, മുളയ്ക്കില്ല. പക്ഷേ ചില വീടുകളിലായിക്കോട്ടെ തുളസിയുടെ ഒരു അരി വീഴാനോ തുളസിത്തായി ഇല്ലാത്തൊരു വീട്ടിലാണെങ്കിലും ചില സ്ഥലത്ത് എവിടെ നോക്കിയാലും നമ്മൾ ഒരു രീതിയിലും പരിപാലിച്ചില്ലെങ്കിലും ഇതിങ്ങനെ കാട് പോലെ വളരും. അതൊക്കെ ഒരു ഭഗവാന്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ചിലവർ ഒത്തിരി ചെടിയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കാട് പോലെ വളർന്നു വെച്ച് കുറേയൊക്കെ പറിച്ച് ചവിട്ടുന്നോടത്തൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ തുളസി ചെടി ചെയ്യരുത്. നല്ല ശുദ്ധിയായിട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ്. നല്ല രീതിയിൽ നിങ്ങൾ പരിപാലിക്കുക. ഭഗവാന്റെ സാന്നിധ്യമുള്ള വീട്ടിൽ മാത്രമാണ് ഈ തുളസി ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. അതുകൊണ്ട് ശുദ്ധമായി ഉള്ളിടത്ത് വളരുക. തന്നെ മുളച്ചു വരുന്ന ചെടികളാണെങ്കിലും നമ്മൾ അഴുക്കാവാതെ അഴുക്ക് വെള്ളങ്ങളൊന്നും ഒഴിക്കാതെ ശുദ്ധമായിട്ട് വളർത്തുക. ഇതൊക്കെ ഭഗവാന്റെ ലക്ഷണങ്ങളുള്ള വീട്ടിൽ കാണുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. പിന്നെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ചന്ദനം ഭസ്മം എല്ലാം അവിടെ അടക്കും ചിട്ടയോടെ കൂടെ വെക്കാറുണ്ടല്ലോ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിലെല്ലാം നമ്മൾ അടച്ച് തിരിച്ചു വരാറുണ്ട്. എന്നാൽ അസ്വാഭാവികമായിട്ട് പൂജാമുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഓരോ വസ്തുക്കളും സ്ഥാനം തെറ്റിയിരിക്കുന്നത് നമുക്ക് കാണാനിടയാകും. ഇത് സ്ഥിരമായി വെച്ച ഗ്രന്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ചന്ദനമോ ഭസ്മങ്ങളോ എല്ലാം താഴെ വീണ് കിടക്കുക എന്നിങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ എന്തോ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അത് നല്ലതോ ചിലപ്പോൾ ചീത്തയോ സംഭവിക്കാം, മോശം സംഭവിക്കാനോ എന്നും ആവാം. ഇതെല്ലാം ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ വിശ്വാസമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കുക. ഭഗവാന്റെ സാന്നിധ്യമുള്ള വീട്ടിലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂരിൻ്റെ അമ്പലനടയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പുഷ്പം വന്ന് നമ്മുടെ മേത്തോട്ട് പതിക്കുക, അല്ലെങ്കിൽ ജലം നമ്മുടെ കണ്ണിലോട്ട് മുഖത്തോട്ടൊക്കെ തളിച്ചില്ലെങ്കിലും എവിടെന്നെങ്കിലും ജലത്തുള്ളികളൊക്കെ നമ്മുടെ ശരീരത്തോട്ട് പതിക്കുക. ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൂചനയാണ് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് തുടിക്കുക എന്ന് പറയാറുണ്ട്. അതായത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ ഇടത് കണ്ണും പുരുഷന്മാരുടെ വലത് കണ്ണും തുടിക്കുമെന്ന് പറയുന്നത്. നാമങ്ങൾ ചൊല്ലുമ്പോഴോ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ ഇത്. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ വരത്ത് പോക്കുള്ള വീടുകളിൽ, ഭഗവാൻ ഭക്തരെ കാണാൻ വേണ്ടി വരുന്ന വീടുകളിൽ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ മുറ്റത്തോ മഞ്ചാടിക്കൊടി ഇങ്ങനെ കിടക്കുന്നതാണെന്നാണ്. അതായത് വീട്ടിലോ പരിസരത്തോ മഞ്ചാടി മരവും ഇല്ല, മഞ്ചാടിക്കുരു വരേണ്ട ഒരു കാര്യവും ഇല്ല അവിടെ. പക്ഷേ എവിടെ നിന്നാണെന്നറിയില്ല, ചിലപ്പോൾ നമ്മൾ മുറ്റം തൂക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വഴി കൂടെ നടക്കുന്ന സമയത്ത് മുറ്റത്തിൻ്റെ ചുറ്റൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും 1-2 മഞ്ചാടിക്കുരുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ സ്ഥിരം കാണുകയാണെങ്കിൽ, നിത്യവും കാണുകയാണെങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമാണ് കേട്ടോ. അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് കാണുന്ന ഒരു ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ഈ മഞ്ചാടിക്കുരു ഇങ്ങനെ കാണുക എന്നുള്ളത്. ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഭഗവാൻ എന്നും ഉണ്ടാവും. ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാമീപ്യം അത് ഏതൊരു വിഷമഘട്ടത്തിലും ആദരിക്കുന്നവർക്ക് ലഭിക്കാറുണ്ട്. നിത്യവും ഭഗവാനെ പ്രവർത്തിക്കുന്ന വീടുകളിൽ, അതുപോലെ ഭഗവാന്റെ പൂജകൾ നടത്തുന്ന വീടുകളിലൊക്കെ ചില മാറ്റങ്ങൾ അതിനെ കാണാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾക്കൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കരുതുക ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു വൈശാഖ മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അല്ലാതെയും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഭഗവാനെ നിങ്ങൾ മനമൊരുക്കി വിളിച്ചോളൂ, ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ ആ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് അത് വലിയൊരു പ്രചോദനമായിരിക്കും. ഭക്തി എന്നതൊരു കേവലം വഴിപാടുകളിൽ മാത്രമല്ല, ഭഗവാനിലുള്ള പരിപൂർണമായ വിശ്വാസത്തിലാണ്. ഈ വൈശാഖ മാസത്തിൽ എല്ലാ വിഷമങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. തീർച്ചയായും കൈത്താങ്ങ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ
തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഒന്ന് കൂടി ഷെയർ ചെയ്യുക കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.